കൊട്ടാരക്കര. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ നോക്കേണ്ടത് നിഷാദ്, ഈ 4 അക്കത്തിൽ താഴെ ലീഡുള്ള മണ്ഡലങ്ങൾ നോക്കിയാൽ മതിയെന്ന് തോന്നുന്നു. കാരണം മിക്കവാറും 15 റൗണ്ട് വരെ മിക്കവാറും മണ്ഡലങ്ങൾ എണ്ണിക്കഴിഞ്ഞു. അപ്പോൾ ആ നിലയിൽ നോക്കുകയാണെങ്കിൽ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള പിന്നെ ഒരു ലീഡായിരിക്കും ഇനി ഇപ്പോഴുള്ളത് എന്ന് കരുതേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണത്തിന് പട്ടാമ്പിയൊക്കെ 10,000-നോട് അടുത്ത ഒരു ലീഡാണ് കാണുന്നത്. അത് ഇനിയിപ്പോൾ മാറാനുള്ള സാധ്യത ഉണ്ടാവണമെന്നില്ല. അത് നോക്കൂ, മണലൂരിലാണ് ഇപ്പോഴും 161 എന്ന പിന്നെയും കുറയാണ്. മണലൂര് വേണം. മണലൂര് മണലൂരും വട്ടിയൂർക്കാവുമാണ് UDF-നെ ഇപ്പൊ പിടിച്ച ആകാംക്ഷയിൽ ഇതിലിട്ടിരിക്കുന്ന ആശയക്കുഴപ്പത്തിലിട്ടിരിക്കുന്ന ആശങ്കയിൽ. അതുപോലെ തന്നെ തിരുവനന്തപുരം. അതെ, തിരുവനന്തപുരം പിന്നെ CP ജോൺ ജയിക്കുകയാണെങ്കിൽ അതൊരു ഒരു ചരിത്രമാവുമായിരുന്നു. അദ്ദേഹത്തിന് ആദ്യമായിട്ട് പരാജയപ്പെട്ട ജയിക്കാമെന്ന് BJP ആണ്. അതാണ് മറ്റൊരു ഒരു BJP സീറ്റ് കൂടി തിരുവനന്തപുരത്ത് ഉണ്ടാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതൊരു വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നിയമം നമ്മൾ ശ്രദ്ധിക്കേണ്ട മണ്ഡലങ്ങൾ ഇതാണ്: നേമം, മണലൂർ, അതുപോലെ തന്നെ തിരുവനന്തപുരം, കൊട്ടാരക്കര, അതുപോലെ വട്ടിയൂർക്കാവ് ഇപ്പോൾ പിന്നിലാണ് പ്രശാന്ത്. 10 വോട്ടിനോ 10 വോട്ടിന് മുന്നിലാണ്. ഫിനിഷിലേക്ക് പോവാണ് ഇവരെല്ലാം ഫോട്ടോ ഫിനിഷിലേക്ക് പോവാണ്. അതെ, തീർച്ചയായിട്ടും. വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം, അതുപോലെ തന്നെ മണലൂർ തുടങ്ങിയ, പിന്നെ ബേപ്പൂരൊക്കെ ഉണ്ട്. ബേപ്പൂർ സേഫാണ് എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വലിയ മാറ്റം വരാനില്ല. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ തളിപ്പറമ്പിന്റെ ഒരു അനൗൺസ്മെന്റ് ആയിരിക്കും ഒരുപക്ഷെ അടുത്ത. ഇപ്പോൾ 10,000-ലേക്ക് കുറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ലീഡ്. പക്ഷേ എന്നാൽ തന്നെയും തളിപ്പറമ്പ് കൈവിടില്ല, UDF-നെ ഇനി കൈവിടില്ല എന്നുള്ള സ്ഥിതിയാണ് എന്ന് തോന്നുന്നു. അവിടെ പയ്യന്നൂരിന് പുറമെ തളിപ്പറമ്പിലും ഒരു തിരിച്ചടി CPM-ന് വരാൻ പോകുന്നു. വലിയ തിരിച്ചടിയാണിത്. കണ്ണൂർ ജില്ലയിൽ താഴെ തട്ടിൽ നിന്ന് ഉയർന്നു വന്ന രോഷം ഏത് രീതിയിലുള്ളതായിരുന്നു? അത് കേവലം പുറമേ ആയിരുന്നില്ല, അതിനേക്കാൾ കൂടുതൽ. ഇപ്പോൾ PK ശ്യാമളയുടെയൊക്കെ റാലികളിലൊക്കെ വലിയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു, വലിയ തോതിൽ ജനക്കൂട്ടമൊക്കെ ഉണ്ടായിരുന്നു. പാർട്ടി അണികൾ അണിചേർന്നിരുന്നു. അവരൊക്കെ തന്നെ പോയി കുത്തിയത് പിന്നെ കുഞ്ഞികൃഷ്ണനാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ, അല്ലാതെ TK ഗോവിന്ദനാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും വലിയ സംഗതി മനസ്സിലാക്കണമെങ്കിൽ പോരാളി ഷാജി എന്ന് പറഞ്ഞ പ്രോ CPM പേജ് ഉണ്ടല്ലോ, ആ പേജ് ജോസ് കെ മാണി സംസാരിക്കുന്നു. ജോസ് കെ മാണി പാലായുടെ കാര്യം പറയട്ടെ. പാലാവിലെ കാര്യം പറയട്ടെ. ജനവിധി മാനിക്കുന്നു. പാലായിൽ പ്രവർത്തിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുണ്ട്. അതുപോലെ തന്നെ വോട്ട് ചെയ്തവർ, LDF വോട്ട് ചെയ്തവരുണ്ട്. അവരോടുള്ള നന്ദി ഈ സന്ദർഭത്തിൽ നേരുകയാണ്. വിജയിച്ച സ്ഥാനാർത്ഥി ശ്രീ മണി സി കാപ്പനെ ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു. തീർച്ചയായും ഈ സന്ദർഭത്തിൽ കേരള സംസ്ഥാനത്തുടനീളം ഒരു UDF തരംഗം ഉണ്ടായിട്ടുണ്ട്, നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിനകത്ത് തീർച്ചയായും ആ ജനങ്ങളുടെ ഒരു ആഗ്രഹം മറിച്ച് 10 വർഷം ഭരിച്ചു, UDF ഭരണത്തിലേക്ക് വരട്ടെ എന്നുള്ളതാണ്. അതനുസരിച്ച് മുന്നോട്ട് ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഫലം നമുക്ക് കാണാൻ കഴിഞ്ഞു. തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു പിന്നോക്കം പോയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എവിടെയാണ് കുറച്ചത് ഉണ്ടായിട്ടുള്ളത് എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. തീർച്ചയായും ഇടതുപക്ഷത്തിനകത്തും പാർട്ടിക്കകത്തും, കേരള കോൺഗ്രസ് എന്ന പാർട്ടിക്കകത്തും ഇതിനുമായി ബന്ധപ്പെട്ട് അത് ദീർഘമായ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ചർച്ച നടത്തിയതിനു ശേഷം എന്താ പൂർണ്ണ വിവരം ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇല്ല, അത് ശരിയാണ്. 12 സീറ്റിൽ മത്സരിച്ചു, 12 സീറ്റിൽ പരാജയപ്പെട്ടു. അപ്പോൾ തീർച്ചയായും ഞാൻ സൂചിപ്പിച്ചതല്ലോ, അതിൻ്റെ കാരണങ്ങൾ അത് പാർട്ടിക്കകത്ത് വളരെ ഗൗരവമായി ആ ചർച്ച ചെയ്യും. ഇടതുപക്ഷ മുന്നണിയിലും അങ്ങനെ ഒരു ചർച്ച വന്നില്ലല്ലോ. അങ്ങനെ ഈ പറയുന്ന മാധ്യമങ്ങളിൽ ചർച്ച വന്നു. ജയപരാജയങ്ങളൊക്കെ ജനാധിപത്യ സംവിധാനത്തിലുണ്ട്. പൂർണ്ണമായി പോയ എത്രയോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വീണ്ടും കരുത്തോടുകൂടി മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ UDF തന്നെ നമ്മൾ കണ്ടല്ലോ, എത്ര സീറ്റിലാണ്? 99 സീറ്റിൽ LDF ജയിച്ചപ്പോൾ വളരെ നിസ്സാരമായ സീറ്റുകൾ അവർ ജയിച്ചുള്ളൂ. പക്ഷെ തിരിച്ച് കരുത്തോടുകൂടി വന്നു. അതുകൊണ്ട് ജനാധിപത്യത്തിൽ മറിച്ചും തിരിച്ചൊക്കെ വരും. അത് എന്താണെന്നുള്ളത് തീർച്ചയായും ചില പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്. അത് കൃത്യമായി
എന്താന്നുള്ളത് തീർച്ചയായിട്ടും അത് പരിശോധിക്കണം. ഒരു തരത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ അത് കാണും, അതുകൊണ്ടായിരിക്കാം ജനങ്ങൾ തിരിച്ച് വോട്ട് ചെയ്തത്. അപ്പോൾ അതിനെപ്പറ്റി പരിശോധിച്ച് നമുക്ക് പാലായിൽ തൻ്റെ ഒരു പോരാട്ടം നടത്തി കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് 17,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് UDF ജയിച്ചത്. ഈ പ്രാവശ്യം ഏതാണ്ട് 2,900 വോട്ടിൻ്റെ 2,074 കാണിച്ചു. ഇപ്പോൾ അതിൻ്റെ ഏറ്റക്കുറച്ചിൽ കാണാം. അപ്പോൾ അതിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെയാലും നല്ല ഒരു പ്രവർത്തനം ഇടതുപക്ഷം കാഴ്ചവെച്ചു. പക്ഷേ നമുക്ക് ഒരു പൂർണ്ണതയിലേക്ക് അല്ലെങ്കിൽ വിജയിച്ച് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, തീർച്ചയായും അത് കേരള സംസ്ഥാനത്തുടന്ന് പാലായിൽ മാത്രമല്ല കേരള സംസ്ഥാനത്തുടനീളം എന്താണ് ഇടതുപക്ഷ ജനാധിപത്യത്തിൽ നിന്നുണ്ടായത്, എവിടെയാണ് ഏറ്റക്കുറച്ചിലുണ്ടായത് എന്ന് തീർച്ചയായിട്ടും പരിശോധിക്കണം. പാർട്ടിക്കകത്ത് കേരള കോൺഗ്രസ് എമ്മിനകത്ത് കൃത്യമായ ഒരു ചർച്ച, ഡീറ്റെയിൽ ആയിട്ടുള്ള ചർച്ച തീർച്ചയായിട്ടും ഉണ്ടാവും. അത് ഞാനത് സൂചിപ്പിച്ചല്ലോ. ഇപ്പോൾ ഒരു തരംഗമുണ്ടാകുമ്പോൾ പ്രതീക്ഷിക്കാത്ത പല സീറ്റുകളും വിജയിച്ചിട്ടുണ്ട്. അവരെയൊക്കെ എല്ലാവരെയും ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു. അത് ജനങ്ങളുടെ ഒരു വികാരമാണ്, ജനങ്ങളുടെ ഒരു തീരുമാനമാണ്. UDF-നെ കൊണ്ടുവരണം എന്നുള്ളത് അത് ജയിച്ചു. മുഖ്യമന്ത്രി മുന്നിൽ നിർത്തിയാണ് LDF പൂർണ്ണമായും പ്രചാരണം നടത്തിയത്. അത് തിരിച്ചടിയായെന്ന് തോന്നുന്നുണ്ടോ?